ക്രിമിനലുകളായ പോലീസ് ഉദ്യോഗസ്ഥർ സേനയിൽ സ്വാധീനമുറപ്പിച്ചിരിക്കുകയാണെന്നും ക്രിമിനലുകളെ പുറത്താക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാക്കുപാലിക്കണമെന്നും SDPI 2022 ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടന്ന പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്. നേരിടാനാണ് പോലീസ്, സേനയിൽ ക്രിമിനലുകൾ വേണ്ട, അത്തരക്കാരെ ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കില്ല എന്നാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണം മുഖ്യമന്ത്രി പദത്തിനോടൊപ്പം തന്നെ ആഭ്യന്തരം കൂടി കൈകാര്യം ചെയ്യുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ പിഴവുകൾ അത് ബോധപൂർവമാണ് എന്ന് പല പ്രാവശ്യം കേരള പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പോലീസിനെ ഇങ്ങനെ കടിഞ്ഞാണില്ലാതെ തുറന്നുവിട്ട് മറ്റ് പലർക്കും വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് സ്വന്തം മുഖം രക്ഷിക്കുന്ന കുടിലമായ ഒരു തന്ത്രം കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി കുറേ വർഷങ്ങളായി ഇവിടുത്തെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന തരത്തിലും അല്ലാതെയുമൊക്കെ അവിശുദ്ധ കൂട്ടുകെട്ടോടുകൂടി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളിൽ എത്ര ക്രൂരമായാണ് ഒരു പൊതുപ്രവർത്തകൻ കൂടിയായ ശ്രീജിത്തിനെ ആക്രമിക്കുന്നത് എന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അത് പുറത്തു വന്നതുകൊണ്ട് മാത്രം നമ്മുടെ ശ്രദ്ധയിലും മാധ്യമങ്ങളും ചാനലുകളും സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. പുറത്തു വരാത്ത എത്രയോ പീഡനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇങ്ങോട്ട് വലിയ നിയമ പോരാട്ടം നടത്തിയിട്ടാണ് അദ്ദേഹത്തിന് അതിൻ്റെ CCTV ദൃശ്യം പൊതുസമൂഹത്തിനെ കാണിക്കാൻ ലഭിച്ചത് എന്ന് തുറന്നു പറയുമ്പോൾ അത് എത്ര വർഷത്തെ പിന്തുണ, എത്ര വർഷത്തെ അധ്വാനം ഒക്കെ ആ ഒരു ടീമിൻ്റെ ഇടപെടലുകളൊക്കെയാണ് നമ്മുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന പോലീസിൽ 828 ക്രിമിനലുകൾ ഉണ്ടെന്നായിരുന്നു 2 വർഷം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വെളിപ്പെടുത്തിയത്. അതിൽ കുറച്ചുപേരെ ഉടനടി പിരിച്ചുവിടാൻ ചീഫ് സെക്രട്ടറി നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ അതിൽ പകുതി പേരും ഇപ്പോഴും സർവീസിലുണ്ട്. ഈ കാലയളവിൽ ക്രിമിനലുകളുടെ എണ്ണം വലിയ തോതിൽ ഉയരുകയും ചെയ്തിട്ടുണ്ട്. പോലീസിനെതിരെ നടപടി സ്വീകരിച്ചാൽ സേനയുടെ ആത്മവീര്യം തകരുമെന്നാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ന്യായവാദം. ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് 2014 മെയ് 23 ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത്. പോലീസ് എന്ത് അതിക്രമം കാണിച്ചാലും ആത്മവീര്യം തകരാതിരിക്കാൻ അവരെ സംരക്ഷിക്കണമെന്നാണ് പറയുന്നതെന്നും ചെയ്ത തെറ്റിന് നടപടി സ്വീകരിച്ചാൽ എങ്ങനെയാണ് സേനയുടെ ആത്മവീര്യം തകരുകയെന്നും ഹൈക്കോടതി ചോദിച്ചു. കേരളത്തിൽ ഇത് നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള സമൂഹത്തെ, വിശേഷിച്ച് ഇന്ത്യ രാജ്യത്തെ ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയും കേരളത്തിൽ പ്രതിഷേധങ്ങളുടെ തുടക്കം കുറിക്കുകയാണ്. പോലീസ് സേനയിലെ ക്രിമിനലുകളെ പുറത്താക്കുക എന്ന ക്യാമ്പയിൻ ഈ മാസം 16-ാം തീയതി ചൊവ്വാഴ്ച സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ധർണ നടത്തി കേരളത്തിലാകമാനം പ്രതിഷേധങ്ങളെ ശക്തമാക്കിക്കൊണ്ട് ഭരണകർത്താക്കൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ളതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. 2018 സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളും 24 മണിക്കൂറും CCTV നിരീക്ഷണത്തിലായിരുന്നു. രാജ്യത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് 2020 ജൂലൈയിൽ സുപ്രീം കോടതിയും ഉത്തരവിട്ടിരുന്നു. ഈ നിയമങ്ങളെല്ലാം ഇപ്പോൾ ഫയലിൽ ഒതുങ്ങി. കസ്റ്റഡി കൊലപാതകം, വധശ്രമം, ബലാത്സംഗം, സ്ത്രീകളോട് മോശമായി പെരുമാറൽ, മോഷണക്കുറ്റം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത ഉദ്യോഗസ്ഥർ സേനയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഉൾപ്പെടെ തുടരുകയാണ്. 2016 മുതൽ 2024 വരെയുള്ള കാലത്ത് കേരളത്തിൽ 16 കസ്റ്റഡി കൊലപാതകങ്ങളാണ് നടന്നത്. അതിഭീകരമായ ലോക്കപ്പ് മർദ്ദനങ്ങളും തെരുവുകളിലും അല്ലാതെയും പൗരന്മാർക്ക് നേരെ നടക്കുന്ന പോലീസ് അതിക്രമങ്ങളും നിരവധിയാണ്. 8 വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തിൽ കേരളത്തിൽ ഇതുവരെ നടന്നത്. അതിനെയെല്ലാം മാവോവാദി വേട്ടയെന്ന പേരിൽ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. വാർത്താസമ്മേളനത്തിൽ SDPI സംസ്ഥാന സെക്രട്ടറിമാരായ ജോൺസൺ കണ്ടച്ചിറ, അൻസാരി ഏനാത്ത്, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അഷ്റഫ് ബ്രാവച്ചമ്പലം, തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി സലീം കരമന എന്നിവർ പങ്കെടുത്തു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.